എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. അങ്ങനെ ഞാൻ 1,10,000 സോം എടുത്തു. ഹായ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. നല്ല വെയിലാണ്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോവാണ്. ഉച്ചയ്ക്കാണ് ഇപ്പോൾ ക്ലാസ്. സോ അടിപൊളിയായിട്ടുണ്ട്. നല്ല നട്ടുച്ച വെയിലത്താണ് ഞങ്ങൾ ക്ലാസ്സിൽ പോവരിപ്പോൾ. കണ്ടോ എൻ്റെ ഡ്രസ്സ് കണ്ടോ, ഒരു സെല്ലി ഡ്രസ്സ്, മാമീൻ്റെ ഡ്രസ്സാട്ടോ. ഞാൻ ഇന്ന് തൊട്ട് ഞാനൊരു വീക്ക്ലി വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ പ്രിപ്പറേഷനാണിപ്പോൾ. പ്രിപ്പറേഷൻ ഇസ് ലൈക്ക് ഒരവിടെ കുട റെഡിയാക്കുക. കണ്ടോ. സോ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്കൊരു കാര്യം പറയാമല്ലോ. എന്താ വെച്ചാൽ ഇന്നലെ ഇവിടെ നവ്രോസിൻ്റെ പരിപാടികളുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തത്. അപ്പോൾ ഞാനത് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യും. ഓക്കെ, സോ ഇനി അത് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ ബാക്കി വ്ളോഗ് വരിക. അതാണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ നിന്നേനെ. അപ്പോൾ എനിക്ക് ഐഡിയ കിട്ടി ഇങ്ങനൊരു വ്ളോഗ് എടുക്കാമെന്ന്. നടന്നോ? ഇല്ല. ഞാൻ ഇന്നലെ ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോട്ടെ. ഞാൻ വെറുതെ ഏത് ഡ്രസ്സ് ഇടുമെന്ന് ചോദിച്ചപ്പോൾ മാമി ഡ്രസ്സ് ഇട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു. അപ്പോൾ ഇന്നലെ ആ വീഡിയോൻ്റെ കൂടെ ഇതൊക്കെയാണ് ഞാൻ പറയണേ. ഇന്നലെ ആ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നെ ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് തന്നെ ഇടാൻ വിചാരിച്ചു. ഈ ഡ്രസ്സ് നമ്മൾ 2 ഇട്ടിട്ടാണെന്നാണ് എൻ്റെ ഒരു പോളിസി. ഓക്കെ, അത്രേ ഉള്ളൂ. ബായ്. ഇനി മറ്റേ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഒന്നും കേൾക്കൂലാട്ടോ. ഇതാണ് നവ്രോസ്. ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ്. വലിയൊരു ഫെസ്റ്റിവലാണ്. ഗായ്സ്, ഞാൻ നിങ്ങളാ വീഡിയോ കണ്ടോന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ഞാനൊരു സാധനം ഇളക്കണം കണ്ടില്ലേ, ഒരു പായസം പോലത്തെ വലിയൊരു ചെമ്പിൽ. അതിൻ്റെ പേരാണ് സുമലക്. മാമി സുമലക് എന്നല്ല പ്രൊനൗൺസ് ചെയ്യുക. അപ്പം എന്താ ഇത് ഇളക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നവ്രോസ് ഫെസ്റ്റിവലാണ് കേട്ടോ ഇവിടെ നടന്നിട്ടുള്ളത്. നവ്രോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് സ്പ്രിങ്ങിനെ സ്പ്രിങ് ആവുന്ന സമയത്ത് ഇവരെല്ലാവരും സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫെസ്റ്റിവലാണ് സംഭവം എന്ന് പറയണത്. ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ സ്പ്രിങ്ങിനെ സിംബലൈസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഫെസ്റ്റിവൽ, അങ്ങനെ നമുക്കിപ്പോൾ വിശ്വസിക്കാം. ഓക്കെ, അപ്പം ഇന്നലെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ താഴെ അതിൻ്റെ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ വെറുതെ പോയി ഒന്ന് കണ്ടൊക്കെ വന്നു. അവിടെ ഒരു സംഭവം ഇളക്കുന്ന വീഡിയോ കണ്ടില്ലേ, അതിന് നമ്മൾ സുമലക് എന്നാണ് പറയുക. അതൊരു മാതിരി നമ്മുടെ ആട്ടപ്പൊടിയില്ലേ, ആട്ടപ്പൊടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ വെച്ചിട്ട് ഒരു പായസം പോലത്തെ ഒരു സാധനം വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് എനിക്കതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് ഞാൻ ഇളക്കുന്നതിന് ബിഹൈൻഡ് ഒരു തിയറി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ എല്ലാവരും അത് ഇളക്കാൻ വേണ്ടിയിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ അത് ഇളക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ ആഗ്രഹിച്ച് അത് ഇളക്കുന്ന സമയത്ത് അത് നടക്കും എന്നാണ് ഇവിടെയുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഇളക്കാണ്ട് ഇനിൻ്റെ ആഗ്രഹം നടക്കാണ്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും പോയിട്ട് അത് ഇളക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും അത് ഇളക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. ഞാൻ എന്താ പറയേണ്ടതെന്നറിയില്ല. മാമയാണെങ്കിൽ നിൻ്റെ വ്ളോഗിലില്ല. മാമ ഉണ്ടാകുമ്പോൾ എനിക്കൊരു മോറൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് നിന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇതാണ് ഞങ്ങളുടെ ബയോളജി ബിൽഡിങ്. ഇവിടെയാണ് നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് പറഞ്ഞില്ലല്ലോ, ബയോ കെമിസ്ട്രീൻ്റെ ക്ലാസ്. ഇന്നാണെങ്കിൽ വൈവേ ഉണ്ട്. ഞാനാണെങ്കിൽ വൃത്തിക്ക് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്, കുറച്ചധികം ടെൻഷനുണ്ട്. പിന്നെ സാർ ഒരു മയത്തിലൊക്കെ നമ്മളെ വലിയ സീനാക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി മതി. ഇനി കുറച്ച് ഇന്ത്യൻസ് വരും. സാർ ഇതുവരെ വന്നിട്ടില്ല. ദിവസം ബോംബ്
ഹായ് ഗായ്സ്, ക്ലാസ് കഴിഞ്ഞു, തിരിച്ച് റൂമിൽ പോവുകയാണ്. ഓക്കെ, ഫൈവേക്ക് കഴിഞ്ഞു, സാർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, അങ്ങനെയൊക്കെ ആയി. നാളെ നമുക്ക് മൈക്രോബയോളജിയാണ് ക്ലാസ്. നമുക്കുണ്ടല്ലോ മൺഡേയും സൺഡേയും ആണ് ലീവ് വരുന്നത്. അപ്പം ഇന്ന് ട്യൂസ്ഡേ ആണ്, നാളെ ഇനി വെനസ്ഡേ ആണ്. മറന്നുപോയി ദിവസം ഏതാ. നാളത്തേക്ക് മൈക്രോബയോളജി PPT ചെയ്യാനുണ്ടോ, റൂമിൽ പോയിട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, കണ്ടോ വെയിൽ. ഇത് മൾബറി ട്രീ ആണോ? ആടി ഇവിടെ നിന്നല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം പറിച്ച. ഇതൊക്കെ ഇനി നമുക്ക് ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇതൊക്കെ മൾബറി കായി കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ പറിച്ച് തിന്നാം. ഓക്കെ, കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ പറിച്ച് തിന്നായിരുന്നു. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഐസ്ക്രീം കഴിക്കാൻ പോവുണ്ടോ പോവണില്ലേ? അതിന് അവിടേക്ക് സോമ്പ് വേണ്ടേ? എനിക്കറിയില്ല, വെയില്. ക്ലാസ്സിലാണെങ്കിൽ ഭയങ്കര ചൂടിക്ക് ക്ലാസ്സിന് ഇറങ്ങി ഓടാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ചൂട് പറഞ്ഞാൽ ഭയങ്കര വിങ്ങല്. എന്നിട്ടേക്ക് ഭ്രാന്ത് വന്നു. രണ്ടാമത് വീഴല്ല പിടിച്ച രണ്ടെണ്ണം. ഓക്കെ, നെക്സ്റ്റ് ചാടരുത്. ഓക്കെ, ഹായ് ഗായ്സ്, എൻ്റെ ഇവിടെ ഒരു കുരു വന്നു അല്ലേ? അവിടെ തടയുണ്ട്. ക്ലാസ് പോവാണ്. തുറന്നോ? കണ്ണ് തുറക്കാൻ പറ്റുന്നുണ്ട് വെയിലടിച്ചിട്ട്. ഇന്ന് നമുക്ക് മൈക്രോബയോളജി ആണ് കേട്ടോ. മൈക്രോബയോളജി ആണ് ക്ലാസ്. നമുക്കിപ്പം യൂണിവേഴ്സിറ്റിയിലല്ല ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ക്ലാസ്സൊക്കെ നടക്കണത്. ആകെ ഫിസിയോളജി മാത്രമേ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. അതാണെങ്കിൽ സാറ്റർഡേ ആണ്. ബാക്കിയുള്ള ക്ലാസ്സൊക്കെ ഓരോരോ സ്ഥലങ്ങളിലായിട്ടാണ് ഉണ്ടാവുക. ഇപ്പം ഒരു ബയോളജി ബിൽഡിംഗ് ഉണ്ട്, അവിടെ ഇന്നലത്തെ ക്ലാസ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് മൈക്രോബയോളജിയാണ്. അത് കുറച്ച് ദൂരെയാണ്, നമുക്ക് ബസ്സിന് പോകണം. സോ ഞങ്ങളിപ്പം അങ്ങോട്ട് പോവാണ്. കണ്ടോ ആദീനെ? എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഹായ് പറ. Okay, here. Picnic tree, alcohol lamp. Smear hair, basil, root shake. You did. Hi guys, I am tired. I don't know why. I don't know അല്ല, I know. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ശരിക്കും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ഞാനതിങ്ങനെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നേരത്തെ ഉറങ്ങാൻ, പക്ഷേ I can't guys. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു.
ഞാനാണെങ്കിൽ ക്ലാസ് റൂമിൽ കയറിയപ്പോൾ തന്നെ ഒന്ന് നേരത്തെ വിട്ടാണെങ്കിൽ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അതുവരെടുത്ത് ഞാൻ പറഞ്ഞു മാമിനോട് നേരത്തെ വിടുമെന്ന് ചോദിക്കുമെന്ന് വരെ ഞാൻ ചോദിച്ചു. ഞാൻ വിചാരിച്ച ക്ലാസ്സിൽ ഞാൻ തലമിന്നി വീഴുന്നു. ഞാൻ തലമിന്നി വീണപ്പോൾ ഇനി നിൽക്കുന്നതിനെ കണ്ടുകൂടാമില്ല. സോ ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ഒപ്പിച്ച് ഞാൻ PPT ചെയ്യാനുണ്ട്. എൻ്റെ നാവിൽ പുണ്ണുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു വഴക്കം കിട്ടാത്തത്. നീരുണ്ടത്. PPTക്ക് വേണ്ടി പ്രൊജക്ടർ അങ്ങോട്ട് ഓണാക്കിയപ്പോൾ മാം ഒന്ന് പുറത്ത് പോയി. എന്നിട്ട് മാം പറഞ്ഞു I am sorry guys, I have some other work to do, you can go എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെട്ടുപൊട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ റൂമിൽ പോവാണ്. എനിക്ക് വ്ളോഗ് എടുക്കാൻ വയ്യ. എനിക്കൊന്ന് റൂമിൽ പോകണം, കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നി. ഞാനാണെങ്കിൽ വെള്ളം എടുത്തില്ല, ദാഹിക്കുക. എനിക്കിപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര ചിലവാണ്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. ഇവിടുത്തെ ചൂട് സഹിക്കില്ല. ഒന്നാമത് ഇത്രയും കാലം തണുപ്പൊക്കെ ആയിരുന്നില്ലേ. ഇത്രയും കാലം നമ്മൾ തണുപ്പത്ത് ജീവിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ചൂടിലോട്ട് പോകുമ്പോൾ വെരി ടയേർഡാവും. ക്ലാസ്സിലൊന്നും ഇരിക്കാനേ പറ്റില്ല. അങ്ങനെ ഭയങ്കര അസ്വസ്ഥത, ഇറങ്ങി ഓടാനൊക്കെ തോന്നുക. ഇന്നലെയൊക്കെ എനിക്ക് അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയായിരുന്നു. ഇന്നാണെങ്കിൽ ഞങ്ങൾ ക്ലാസ്സിലേക്ക് പോകാൻ കുറച്ച് ലേറ്റായി പോയി. ബസ് വരാൻ ലേറ്റായി. ഈ ക്ലാസ്സിൽ എത്താൻ ലേറ്റായപ്പോൾ ഓടി. അപ്പോൾ കുറച്ചും കൂടെ ക്ഷീണിച്ചു ഈ നട്ടുച്ചയ്ക്ക് ഓടിയപ്പോൾ. ഓക്കെ, ബൈ. Hi guys, I am disappointed. ഓരോ വള്ളീൻ്റെ ബാക്കിൽ ഓരോ വള്ളി വരികയെന്ന് പറയുന്നത് കേട്ടുള്ളൂ. അങ്ങനെ ഒരു വള്ളി വന്നു. വള്ളി വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ വള്ളീൻ്റെ പിന്നാലെ പൈസ പോകരുത്. അതാണ് എൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്. ഞാൻ ഇന്നലെ റീചാർജ് ചെയ്തു. എനിക്കൊരു 2 GB ആണ് ബാക്കിയുണ്ടായിരുന്നത്. അപ്പം 3-ാം തീയതി, അതായത് നാളെയാണ് എൻ്റെ റീചാർജ് തീരുക. 2 GB ഇനി നിൽക്കൂലെങ്കിൽ നെഗറ്റീവായ അല്ലെങ്കിൽ പണി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, 2 ദിവസം മുന്നേ റീചാർജ് ചെയ്തു. അതായത് ഇന്നലെ റീചാർജ് ചെയ്തു. ഇന്നലെ റീചാർജ് ചെയ്തിട്ട് 2 GB ബാക്കിയുണ്ടല്ലോ. ആ 2 GB കഴിയാനാവുമ്പോൾ, അതായത് ഒരു 500 MBയോ അല്ലെങ്കിൽ 1 GB ഒക്കെ ആകുമ്പോൾ ഞാൻ എന്താക്കുക, റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ വെച്ചു. ഇന്ന് 50 MB എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു നോക്കി. 50 MB ബാക്കിയാണ്, നെറ്റ് തീർന്നിട്ടില്ല, പൈസ പിടിക്കില്ല എന്നുള്ള വിശ്വാസം. ഞാൻ വെറുതെ ഇതിൻ്റെ ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് 60,000 സോമിട്ട എൻ്റെ അക്കൗണ്ടിൽ 45,000 സോമുള്ളൂ. എനിക്കിങ്ങോട്ട് ഭ്രാന്ത് വരിക. എന്തൊരു കഷ്ടം. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെയായിരുന്നു. ഈ സിമ്മിൻ്റെ കാര്യത്തിന് റീചാർജിൻ്റെ കാര്യത്തിന് വെറുതെ പൈസ പിടിക്കും വരും. എനിക്കത് ഇഷ്ടമല്ല. എന്നാൽ സിമ്മിന് വലിയ റേഞ്ച് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എല്ലാ സിമ്മിനും പാട്ട റേഞ്ച് തേങ്ങ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. ഞാൻ വാലറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ റീചാർജ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ റൂമിൽ വെച്ചെന്ന് ഞാൻ വാലറ്റ് ഇട്ടില്ല. എന്നിട്ട് ഞാൻ അവിടെ ഹോസ്റ്റലിൻ്റെ താഴെ പോയിട്ട് കീറിനോട് ഞാൻ വാലറ്റ് മേലത്തെ ഫ്ലോറിന് താഴത്തേക്ക് ഇട്ടരാൻ പറഞ്ഞു. എന്നിട്ടാണ് ഞാനിപ്പോൾ പോണത്. ഞാൻ ഇവിടെ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ കാണിച്ചില്ലേ, അതാണ് പേനറ്റ്. അതിവിടെ ഓരോ മുക്കിലും മൂലയിലും ആ സാധനം ഉണ്ടായിരിക്കും. നമുക്ക് വീട്ടിലൊക്കെ ഭയങ്കര സുഖമല്ലേ. നാട്ടിലൊക്കെ നമുക്ക് GPay വഴിയും നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ റീചാർജ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം ഗായ്സ്. എന്നിട്ട് ആ പേനറ്റ് തപ്പിപ്പോണം, എന്നാലേ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ പേനറ്റിൽ പോയിട്ട് നമ്മൾ ക്യാഷ് ലോഡ് ചെയ്യും. അങ്ങനെ നമ്മളുടെ റീചാർജ് റെഡിയോ. ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മുടെ അത്തോ കാർഡ് റീചാർജ് ചെയ്യാം. അത്തോ കാർഡിന് ഞാൻ പറഞ്ഞില്ലേ, നമുക്കിവിടെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു കാർഡ് വേണം. ആ കാർഡാണ് നമ്മൾ, ആ കാർഡിൽ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോവാം. നാട്ടിലും ചില ഭാഗത്ത് ഇങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല, പക്ഷേ വേറെ കുറേ കൺട്രീസിലൊക്കെ ഇങ്ങനെ ഉണ്ട്. നാട്ടിലുണ്ടോയെന്ന് എന്തായാലും എൻ്റെ ഭാഗത്തൊന്നുമില്ല. ഓക്കെ, ഞാനൊരു കുഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, അങ്ങനെയൊന്നുമല്ല. സോ നമ്മൾ പൈസ അതിക്ക് ഇടുക, ലോഡ് ചെയ്യുക, കാർഡിൽ പൈസ വരും. അങ്ങനെയാണ് നമ്മൾ റീചാർജ് ചെയ്യുക.
അപ്പം ഇന്ന് ഞാൻ റീചാർജ് ചെയ്തു. എനിക്ക് ആദ്യം ടെൻഷൻ, അതിൻ്റെ മൂഡ് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റീചാർജ് ചെയ്തിട്ട് ആപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് പൈസ പോയിട്ടുണ്ട്, പക്ഷേ GB കാണിക്കുന്നില്ല. GB 30 MB എന്ന് തന്നെ പറഞ്ഞു വരും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കേ അടുത്ത പണി വന്നു എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ റിഫ്രഷ് ചെയ്ത് അവസാനം റെഡിയായി ഗായ്സ്. എത്ര പൈസ പോയെന്ന് അറിയുമോ? കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. റീചാർജിന് വേണ്ടിയിട്ട് വെറുതെ കുറേ പൈസ പോകും. അതിനെനിക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ കുറച്ച് സോമം അങ്ങോട്ട് എടുത്തുള്ളൂ. കാർഡാണ് നമ്മൾ യൂസ് ചെയ്യുക. പൈസ വലിക്കാറ് ഭയങ്കര കുറച്ചും കൂടി പൈസ പിടിക്കുമല്ലോ വലിക്കുമ്പോൾ. നമ്മളങ്ങനെ വലിക്കാറില്ല. പിന്നെ റീചാർജിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് പൈസ വേണ്ടത്, അപ്പം മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ ഞാൻ 1,10,000 സോമം എടുത്തു ഇന്നലെ അല്ലേ, കുറച്ച് ദിവസം മുന്നേ. ഇന്നിപ്പോൾ ഞാൻ ആകെ ഒരു 5,000 സോമേ ബാക്കിയുള്ളൂ. 30,000 സോമിന് ഞാൻ കുറച്ച് കമ്മൽ വാങ്ങി. പിന്നെ അങ്ങനെയൊക്കെ പോയി കയ്യിൽ പൈസ വരുമ്പോൾ പൈസ പോണത് പറയില്ല, അതിങ്ങനെയാണ് പോണത്. അപ്പം ഹോസ്റ്റലിലെത്തി. ഞാനൊരു കാര്യം കൂടെ പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിലുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വ്ളോഗിൽ ഒരു ലേസിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ലേ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോബയോളജിക്ക് ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഗെയിമല്ല, ഒരു ടെസ്റ്റ് പോലെ. അപ്പോൾ അതിലേത് ഗ്രൂപ്പാണോ വിൻ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ്സ് എന്ത് ചെയ്യണം, ഈ വിൻ ചെയ്ത ഗ്രൂപ്പിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരണം. അങ്ങനെ ഞങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിൻ ചെയ്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ടീമത്തെ ആൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ ആ ചിപ്സൊക്കെ. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. പിന്നെ ഇന്നലെ ഞാൻ ഭയങ്കര ക്ഷീണത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. എനിക്ക് റൂമിലെത്തിയിട്ട് ഫുഡ് കഴിക്കണം ഗൈസ്. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, വിശക്കുണ്ട്. ഓക്കെ, സോ ഫൈൻഡ് അപ്പ് ചെയ്യണം. നാളെ നമുക്ക് ക്ലാസ് അല്ല കേട്ടോ, നാളെ ഫ്രൈഡേ ആണ്. നാളെ നമുക്ക് ഹോളിഡേ ആണ്. നമ്മുടെ ഫ്രൈഡേത്തെ ക്ലാസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അതൊരു അൺനെസസറി ക്ലാസ്സാണ്, ബയോ എത്തിക്സ്. അൺനെസസറി അല്ല, അങ്ങനെ ഒരു ക്ലാസ്സാണ്. നമുക്കതിവിടെ അൺനെസസറിയാണ്.